ഗോൾഡൻ ടെമ്പിൾ അഥവാ ശ്രീ ഹർമന്ദിർ സാഹിബ്. 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ശ്രീ ഗുരു രാംദാസ് ജി പുണ്യകുളം അഥവാ അമൃത് സരോവർ എന്നറിയപ്പെടുന്ന കുളത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. ഈ കുളത്തിൻ്റെ നടുക്കാണ് പിന്നീട് ക്ഷേത്രം നിർമ്മിച്ചത്. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി വിശുദ്ധ ഗ്രന്ഥമായ ആദിഗ്രന്ഥം സ്ഥാപിച്ചു. 19-ാം നൂറ്റാണ്ടിൽ മഹാരാജ രഞ്ജിത് സിംഗ് ക്ഷേത്രമുകൾ ഭാഗം സ്വർണ്ണ ഇലകൾ കൊണ്ട് അലങ്കരിച്ചപ്പോൾ അത് ഗോൾഡൻ ടെമ്പിൾ എന്ന പേര് സ്വീകരിച്ചു. സിഖ് മതസ്ഥരുടെ വിനയത്തെയും എളിമയെയും സൂചിപ്പിക്കുന്നതിനായി ഈ ക്ഷേത്രം തറനിരപ്പിനേക്കാൾ താഴ്ന്നു നിർമ്മിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിന് 4 ദിശകളിലായി 4 പ്രവേശന കവാടങ്ങളുണ്ട്. എല്ലാ മതസ്ഥർക്കും വേണ്ടി അമ്പലം തുറന്നു കൊടുത്തിരിക്കുന്നു എന്ന തുല്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജാതി, മതം, ആതിഥ്യം എന്നീ സിഖ് മൂല്യങ്ങളെ ഈ ക്ഷേത്രം പ്രതിനിധീകരിക്കുന്നു. ഇവിടെയുള്ള ലങ്കർ അഥവാ സൗജന്യ അടുക്കള ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾക്ക് ജാതിമത പദവി പരിഗണനയില്ലാതെ ഒരേ പായലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊരുക്കുന്നു. ക്ഷേത്രത്തിന് വെളിയിൽ ചെരുപ്പ് സൂക്ഷിക്കുന്നത് തുടങ്ങി ക്ഷേത്ര മുകൾ ഭാഗം വാഹേ ഗുരു എന്ന മന്ത്രോച്ചാരണത്തോടെ വൃത്തിയാക്കുന്നവരെല്ലാം ഭക്തർ സേവയായാണ് കണക്കിലെടുക്കുന്നത്. കൈയും കാലുമെല്ലാം കഴുകി വൃത്തിയായതിനു ശേഷം മാത്രമാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശനം. ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചാൽ പിന്നെ വാഹേ ഗുരു എന്ന മന്ത്രോച്ചാരണം മാത്രം. ക്ഷേത്രത്തിൻ്റെ എല്ലാ കോർണറിലും ക്ഷേത്രത്തിന് വലം വെച്ച് വരുന്ന ഭക്തർക്കുള്ള കുടിവെള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. കുടിച്ചു കഴിഞ്ഞ് കൊടുക്കുന്ന പാത്രങ്ങൾ ക്ലീനാക്കി തിരിച്ച് വെള്ളം കൊടുക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നതെല്ലാം ഒരു സേവയായി തന്നെയാണ് ഇവിടെ എല്ലാവരും ചെയ്യുന്നത്. ഇത് ക്ഷേത്രത്തിൻ്റെ സെക്യൂരിറ്റി സ്റ്റാഫ് എന്ന് പറയാം. ക്ഷേത്രത്തിൻ്റെ പ്രവേശന കവാടം മുതൽ എല്ലായിടത്തും നമുക്ക് ഇവരെ കാണാം. അമൃത് സരോവർ എന്ന ഈ പുണ്യക്കുളത്തിൻ്റെ പേരിൽ നിന്ന് തന്നെയാണ് അമൃത്സറിന് ഈ പേര് ലഭിച്ചത്. ഗോൾഡൻ ടെമ്പിളിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ടിറങ്ങിയ ഞങ്ങൾ അതിനൊരു ചെറിയ ടാസ്ക് കൊടുത്തു. സമൂഹത്തിലേക്ക് ചെന്നിറങ്ങി പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ തന്നെയല്ലേ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. സ്വന്തമായൊരു കളിപ്പാട്ടം വാങ്ങിയതിൻ്റെ സന്തോഷവും ആത്മവിശ്വാസവും അദ്യുവിൻ്റെ മുഖത്ത് നന്നായി കാണാമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.